ആലപ്പുഴ പൂങ്കാവ് പള്ളിയിലെ നഗരി കാണിക്കൽ ചടങ്ങിന് സാക്ഷിയായി നൂറുകണക്കിന് വിശ്വാസികൾ. വിശുദ്ധ വാരത്തിന്റെ ഭാഗമായാണ് ഈ പീഡാനുഭവ സ്മരണകളിൽ കർത്താവിന്റെ തിരുസ്വരൂപവും വഹിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള യാത്രകളൊക്കെ നടക്കുന്നത്. ഈസ്റ്റർ ദിനത്തിലെ വിവിധ ചടങ്ങുകളോടെ തീർത്ഥാടനത്തിന് സമാപനമാവുകയും ചെയ്യും. ആ റിപ്പോർട്ടിലേക്ക്. ത്യാഗസ്മരണയിൽ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ കൊന്നപ്പൂവും തളിർവെറ്റിലയും കറിവേപ്പിലയും അന്തരീക്ഷത്തിലേക്ക് വാരിയെറിയുന്നു. മരമണിയുടെ അകമ്പടിയിൽ പള്ളിയിൽ സൂക്ഷിച്ചിരിക്കുന്ന കർത്താവിന്റെ പീഡാനുഭവ തിരുസ്വരൂപം വിലാപയാത്രയായി പുറത്തേക്ക്. വിലാപയാത്ര പള്ളിയിലേക്ക് തിരികെ പ്രവേശിക്കുന്നതോടെ പ്രസിദ്ധമായ ഒരു നേർച്ചയും നടക്കും. കുട്ടനാടൻ കർഷകർ നൽകുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾ വെച്ച് തയ്യാറാക്കുന്ന നേർച്ചക്കഞ്ഞിയും ഇവിടുത്തെ ചടങ്ങുകളിൽ പ്രധാനമാണ്. രാജ്യത്തിനകത്തും പുറത്തുനിന്നുമായി നിരവധി ഭക്തരാണ് വിശുദ്ധവാരത്തിൽ പൂങ്കാവ് അവർ ലേഡി ഓഫ് അസംഷൻ ചർച്ചിലേക്ക് ഒഴുകിയെത്തുന്നത്. ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഇവിടേക്ക് കടന്നു വന്ന് നേർച്ചക്കഞ്ഞിയിലായാലും അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞിട്ടുള്ള കുരിശാരാധനയിലും ശേഷം നടക്കുന്ന നഗരി കാണിക്കലിലും പങ്കെടുക്കുന്നത്. അതിനുശേഷം ഉരുൾനേർച്ചയുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ ബെത്സീദ കുളത്തിൽ വന്ന് അവർ സ്നാനം സ്വീകരിച്ചൊക്കെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. സാധാരണ ക്രൈസ്തവ ദേവാലയങ്ങൾ പലതും വ്യത്യസ്തങ്ങളാണ്. കാരണം അവിടെ നടക്കുന്ന നേർച്ചകളും അല്ലെങ്കിൽ അവിടുത്തെ തിരുനാളുകളും അവിടെ കുടികൊള്ളുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യങ്ങളൊക്കെ കൊണ്ട് പല രീതിയിൽ ക്രൈസ്തവ ദേവാലയങ്ങൾ വ്യത്യസ്തമാണ്. അത്തരത്തിൽ പൂങ്കാവ് ഇടവക വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത് ഈശോയുടെ വിശുദ്ധവാരമായിട്ട് ബന്ധപ്പെട്ടാണ്. ഈസ്റ്റർ ദിനമായ നാളെ രാവിലെ 6:30 ദിവ്യബലി ഉണ്ടാകും. തീർത്ഥാടന ദിവസങ്ങളിൽ പള്ളിയിലേക്ക് പ്രത്യേക KSRTC ബസ് സൗകര്യവും ബോട്ട് സർവീസും ക്രമീകരിച്ചിട്ടുണ്ട്. ന്യൂസ് മലയാളം, ആലപ്പുഴ.